അങ്ങനെ ട്രംപിന്റെ വെടിക്കെട്ട് തീർന്നു. മറ്റൊന്നുമല്ല, അങ്ങനെ താരിഫ് പ്രഖ്യാപിച്ച ട്രംപിന് ഒടുവിൽ അതിൽ നിന്ന് അയവ് വരുത്തേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, എത്രയോ ദിവസങ്ങളായി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഷട്ട് ഡൗണിലാണ്. അവിടെ സർക്കാർ ഓഫീസുകളൊന്നും പ്രവർത്തിക്കുന്നില്ല, പകുതി കാര്യങ്ങളും പ്രവർത്തിക്കുന്നില്ല. കുറെ ആളുകളെ, കുറെ ജീവനക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി. പക്ഷെ അതിന് കോടതി വടിയെടുത്തു. അതോടുകൂടി ട്രംപ് ആ പരിപാടി അങ്ങ് മാറ്റിവെച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ട്രംപ് ചെയ്തത് കൊണ്ട് തന്നെ ബൂമറാങ് ആയിട്ട് വന്ന് അടികൊള്ളുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഉയർത്തിയിട്ടുള്ള ഈ താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ട്രംപിന് അടിയറവ് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ചൈന എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ വലിയ രീതിയിൽ തന്നെ ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ട്രംപും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. ഇത് ട്രംപ് വെടി പറഞ്ഞതൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന ചില സൂചനകളിൽ നിന്ന്, റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ തമ്മിൽ ചർച്ച നടത്താൻ പോവുകയാണ് എന്നുള്ളത്. എവിടെ ഇരുന്നാണ് ചർച്ച നടത്തുന്നത്? നമുക്കറിയാം, ആസിയാൻ ഉച്ചകോടി വരാനിരിക്കുകയാണ്. ഈ ആസിയാൻ ഉച്ചകോടിയിൽ വെച്ചിട്ടാണ് ട്രംപും നമ്മുടെ പ്രധാനമന്ത്രി മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ഇവിടെ ഈ ഇന്ത്യ US വ്യാപാര കരാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെടും. അതായത് ഈ 50% താരിഫ് എന്നുള്ളത് കുറഞ്ഞ് 15% എത്തും എന്നുള്ളതാണ് ഈ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം. അതിന് ഏതാനും കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യമായ കാര്യം. ഇന്ത്യയെ എങ്ങനെയെങ്കിലുമൊക്കെ വരുതിക്കുള്ളിലാക്കാമെന്ന് കരുതിയിട്ടുള്ള ട്രംപിന് പക്ഷേ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ മറുപടി വളരെ വലുതാണ്. വലിയ ഒരു അടി തന്നെ കിട്ടി. നമുക്കറിയാം, നമ്മുടെ ആഭ്യന്തര വിപണി, നമ്മുടെ സ്വദേശി ആന്തോളനം, അതായത് സ്വദേശിയിലേക്ക് മടങ്ങും എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ദീപാവലി, ധൻതേരസ് ആഘോഷവേളകളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ബൂം എന്ന് പറയുന്നത് വൽക്കരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഭാരത ജനത എന്നുള്ളതാണ്. അതായത് നമ്മളെ അടിയറവ് പറയിക്കാൻ വന്ന ഒരുത്തന്റെ ഒരു സാധനം, ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ വേണ്ട എന്നുള്ളത് പറയാനായിട്ട് ഭാരതീയർക്ക് ഒരു ആർജവം ഉണ്ടായി എന്നുള്ളതാണ്. അത് പല കോണുകളിൽ നിന്നുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ സ്വദേശിയായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങാനായിട്ട് നമ്മൾ ഭാരതീയർ ശ്രമിച്ചത്. അപ്പോൾ അത് ഒരു വശത്ത് നിന്ന് BJPയുടെ ക്യാമ്പയിനുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ വിപണി നിന്ന് ഉണ്ടായിട്ടുള്ളത് തന്നെ ഏതാണ്ട് 60.5 ലക്ഷം കോടിയുടെ വിൽപ്പനയാണ് എന്നുള്ളതാണ്. അത് തന്നെ ഒരു വലിയ അടിയല്ലേ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ അതല്ലെങ്കിൽ മറ്റൊരു വിപണി തേടുന്നതിനൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ഇത്രയും വലിയൊരു കുതിപ്പുണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് നെഞ്ചത്ത് ചവിട്ടിയ കണക്കുള്ള ഒരു മറുപടിയാണ് എന്നുള്ളതാണ്. ഈ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിലുള്ള ട്രംപിന്റെ അതൃപ്തി ലഘൂകരിക്കാനുമൊക്കെ ഈ പറയുന്ന ഒരു കരാറ് സഹായിച്ചേക്കാം എന്നാണ് പറയുന്നത്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിട്ടുള്ള ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് 50% നിന്ന് 15% കുറച്ചേക്കാം. ചർച്ചകൾ പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് വരുന്ന ഒരു സൂചനകളെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീരുവ ഭാരം ഏതാണ് 15-16% എത്താമെന്നാണ് പറയുന്നത്. ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു രീതിയിൽ നമുക്കൊരു എന്തിനാണ് ഒരു വിപണി കളയുന്നത്? അവർ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമ്മൾ അവരോട് ശത്രുത പുലർത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ വിപണിയുണ്ട്. പ്ലസ് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക എല്ലാവരോടും തർക്കിക്കാൻ പോയ സമയത്ത്, നമ്മളോടും തർക്കിച്ച സമയത്ത് നമ്മൾ മറ്റ് വിപണന സാധ്യതകൾ തേടി. അപ്പോൾ നേരത്തെ ഇല്ലാതിരുന്ന വിപണിയുടെ വാതിലുകൾ പോലും നമുക്ക് ഇപ്പോൾ മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട്.
അതിന്റെ കൂടെയാണ് ഇപ്പോ ഈ പറയുന്ന വലിയേട്ടൻ മനോഭാവത്തോടുകൂടി കളിച്ച ട്രംപും താന്നിറങ്ങി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിപണിയുമുണ്ട്, ഇപ്പുറത്തുള്ള വിപണിയുണ്ട്, നമ്മുടെ ആഭ്യന്തര വിപണിയുമുണ്ട്. സത്യത്തിൽ എല്ലാവരും പറയുന്നത് പോലെ ഉർവശി ശാപം ഉപകാരമായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞല്ലോ, ചൈനയുടെ പിന്മാറ്റം അത് ഇന്ത്യക്ക് വാതിൽ തുറക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ദീർഘകാലമായിട്ട് US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ്. അപ്പോൾ ചൈന അമേരിക്കൻ ചോളത്തിന്റെയും സോയാബീനിന്റെയും ഒക്കെ ഇറക്കുമതി അങ്ങ് കുത്തനെ കുറച്ചു കളഞ്ഞു. നിന്റെ സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട, കടക്ക് പുറത്ത് എന്ന് ചൈന അങ്ങ് നിഷ്കരുണം പറഞ്ഞു. ഇന്ത്യയുടെ പോലെ ഒരു മയത്തിലൊന്നുമല്ല, നിഷ്കരുണം അങ്ങ് പറഞ്ഞു. നമ്മൾ ചെയ്ത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എങ്കിലും ചൈന അങ്ങ് പറഞ്ഞു, നിന്റെ ഒരു സാധനം ഒരു കിണ്ടി വേണ്ട, ഇവിടെ എടുത്തോണ്ട് പോ എന്ന് പറഞ്ഞു, ഇറക്കി പോകരുത് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് US-ലെ കർഷകർക്കും കയറ്റുമതിക്കാർക്കും ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലും ഈ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ മറികടക്കാൻ കഴിഞ്ഞു. ആ മറികടക്കാൻ കഴിയാതെ പോയതാണ് അമേരിക്കയ്ക്കുണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത്. നമ്മൾ അതിനെ എങ്ങനെ മറികടന്നു? നമ്മൾ വളരെ വിവേചനപൂർവ്വം കാര്യങ്ങളെല്ലാം ആലോചിച്ച് എന്താണ് പോംവഴി എന്നുള്ളത് ആലോചിച്ച് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാവാതിരുന്നത്. തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്, ഉണ്ടായതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്ര കനത്ത രീതിയിൽ നമുക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ മുമ്പ് അമേരിക്കയുടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വലിയ രീതിയിൽ വാങ്ങുന്ന ഒരു രാജ്യമായിരുന്നു ചൈന. 2022 ചോള കയറ്റുമതിയിൽ നിന്ന് US സമ്പാദിച്ചത് $18.57 ബില്യൺ ആയിരുന്നു. എന്നാൽ അടുത്ത വർഷം ഈ കണക്ക് $13.7 ബില്യൺ ആയിട്ട് കുറയുന്നുണ്ട്. 2025-ലും ഈ ഇടിവ് തന്നെ തുടരുകയും കൂടുതൽ സ്ഥിതി വഷളാവുകയും ഒക്കെ ചെയ്തു. 2022 US-ൽ നിന്ന് $5.2 ബില്യൺ ധാന്യമാണ് വാങ്ങിയത്. 2024 ആയപ്പോഴോ അത് വെറും $0.33 ബില്യൺ ആയിട്ട് കുറഞ്ഞു. നോക്ക് എന്ത് കുത്തനെയാണ് ഈ കച്ചവടം മുഴുവനും ഇടിഞ്ഞു പോയത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഇത് വലിയ തിരിച്ചടി കയറ്റുമതിക്കാർക്കൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ സാഹചര്യത്തിൽ ട്രംപ് ഇപ്പോൾ ഇന്ത്യയെ ഒരു പുതിയ വിപണിയാക്കുകയും ചൈനയ്ക്ക് ബദലായിട്ട് കൊണ്ടുവരാനും ഒക്കെ പ്രായോഗികമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് ചെയ്തത്. അവിടെ ചെലവാകാത്തത് ഇവിടെ ചെലവാക്കാനുള്ള ശ്രമമാണ്. മൂപ്പിനെ ഇത് നടക്കില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ ഇന്ന് പറയാമെന്നുള്ളത്, ട്രംപിന്റെ പോയ കിളി എന്ന് വരുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ കാർഷിക വിപണി, ക്ഷീര കർഷകരുടെ മേഖല, കാർഷിക മേഖല, ഇതൊന്നും തന്നെ നമ്മൾ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും കുതന്ത്രം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക അവിടെ കിടന്ന് നരകിച്ച് ചാകുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങലുകൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളോടെ ഇന്ത്യ എണ്ണ ഇറക്കുമതി സ്രോതസ്സുകളൊക്കെ വൈവിധ്യവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അസംസ്കൃത എണ്ണയ്ക്ക് പുറമെ US-ൽ നിന്നുള്ള ദ്രവീകൃത പെട്രോളിയം വാതകത്തിന്റെ അതായത് LPG-യുടെ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ താരിഫ് ഇളവ് എന്ന് പറയുന്നത് നമ്മുടെ കയറ്റുമതിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒന്ന് വാതിൽ അടച്ചപ്പോൾ നമ്മൾ മറ്റ് പല വാതിലുകൾ മുട്ടി അത് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. നമ്മൾ അവിടേക്കെല്ലാം പോകുന്നുണ്ട്, നമ്മുടെ കയറ്റുമതി അവിടെയെല്ലാം നടക്കുന്നു. പ്ലസ് ഈ പൂട്ടിയിട്ട വാതിലുകൾ ട്രംപിനെ തുറക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇപ്പൊ തന്നെ ആഭ്യന്തര വിപണി വലിയ രീതിയിൽ ഉണർവ് പ്രാപിച്ചു, മറ്റു വിപണികളിൽ ഉണർവുണ്ടായിട്ടുണ്ട്. കൂടെ അടച്ചിട്ട ആ വാതിൽ തുറക്കുക കൂടി ചെയ്യുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഉയരാനുള്ള സാധ്യതകൾ ഏറുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ട്രംപിന് മുട്ടുകുത്തേണ്ടി വരികയാണ്. ചൈന ഭീഷണിയായി തുടരുകയാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത്, അതായത് നമ്മൾ വരച്ച വരയിൽ ട്രംപ് എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.